أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഈ അടുത്ത സമയത്തായി ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ 10 അംഗ സമിതി സമർപ്പിച്ച വനിതാ കോഡ് ബില്ല് കേരളത്തിലുടനീളം വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. 2-ലധികം കുട്ടികളുള്ള ആളുകൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കണമെന്നും നാം 2 നമുക്ക് 2 എന്ന നയത്തിനെതിരായി മനഃപൂർവ്വം പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് 10,000 രൂപ പിഴയോ അതല്ലെങ്കിൽ 3 മാസം അവർക്ക് തടവ് ശിക്ഷ അനുഭവിക്കുകയോ ചെയ്യേണ്ടി വരും എന്നുള്ള വിശദമായ റിപ്പോർട്ട് കേരളത്തിലുടനീളം ചർച്ച ചെയ്യുകയും വ്യത്യസ്തമായ രൂപത്തിൽ പല ആളുകൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കുറച്ചു മുമ്പായിരുന്നു 2 മക്കളിൽ അധികമുള്ള ആളുകൾക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അയോഗ്യത കൽപ്പിച്ചുകൊണ്ടുള്ള ഹരിയാന സർക്കാരിന്റെ തീരുമാനത്തെ നമ്മുടെ സുപ്രീം കോടതി പോലും പിന്താങ്ങിയത്. അഥവാ 2-ലധികം കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ ജനസംഖ്യ വർദ്ധിക്കുകയാണെങ്കിൽ അത് മുഖേന ലോകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ദാരിദ്ര്യത്തിന് അത് കാരണമാകുമെന്നും ഇവിടെയുള്ള ആളുകൾക്ക് ജീവിതം ദുസ്സഹമാകും എന്നുള്ള തെറ്റായ ധാരണകൾ ഇന്ന് സമൂഹത്തിൽ പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന വ്യാജേന ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആളുകൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും പറയുമ്പോൾ സ്വാഭാവികമായും കേരളക്കരയിലുള്ള മനുഷ്യ വികാരത്തെ ഉൾക്കൊള്ളുന്ന ആളുകൾ തീർച്ചയായും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിന്റെ തന്നെ പ്രശ്നം, ഈ ലോകത്തിലെ തന്നെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണം എന്ന ആശയത്തോടുകൂടെ ഈ ലോകത്തിലെ ഒരു വലിയ പ്രശ്നമായി സ്വകാര്യ സ്വത്തിനെ അവതരിപ്പിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്തതായിരുന്നു കമ്മ്യൂണിസം. ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം അത് സ്വകാര്യ സ്വത്താണെന്നും അതിനാൽ സ്വകാര്യ സ്വത്തിനെതിരെ പോരാടാൻ നിങ്ങൾ ഓരോരുത്തരും സജ്ജരാകണമെന്നൊക്കെ പാവപ്പെട്ട ആളുകളെ
ബോധ്യപ്പെടുത്തുകയും പാവപ്പെട്ട ആളുകളോട് സംസാരിക്കുകയും അതിലൂടെ 10,000-കണക്കിന് ആളുകളെ സംഘടിപ്പിക്കുകയും ചെയ്ത ചരിത്രം നമ്മൾ വായിച്ചെടുത്തതാണ്. പക്ഷേ അതിന്റെ ഫലം പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള പോരാട്ടങ്ങളിൽ ധീരമായി പങ്കെടുക്കുകയും അതിന്റെ ആളുകളായി തീരുകയും ചെയ്ത് അവസാനം അതിന്റെ പൊള്ളയായ വാദങ്ങളെ തിരിച്ചറിഞ്ഞ് അവസാനം ജനങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളാകുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ ഞങ്ങൾ അധികാരത്തിലേറ്റു, നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം തരാം, നിങ്ങൾക്ക് ഞങ്ങൾ പാർപ്പിടം തരാം, നിങ്ങൾക്ക് ഞങ്ങൾ വസ്ത്രം തരാം എന്നായിരുന്നു. പക്ഷേ കമ്മ്യൂണിസം അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം ലഭിച്ചില്ല, ഞങ്ങൾക്ക് പാർപ്പിടം ലഭിച്ചില്ല, ഞങ്ങൾക്ക് ആഹാരം ലഭിച്ചില്ല, വസ്ത്രം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് വസ്ത്രം തരൂ, ഞങ്ങൾക്ക് ഭക്ഷണം തരൂ, ഞങ്ങൾക്ക് പാർപ്പിടം തരൂ എന്ന് ചോദിക്കുവാനുള്ള അവകാശങ്ങൾ പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നായിരുന്നു പിന്നീട് അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളെ സംബന്ധിച്ച് ചില ആളുകൾ വിലയിരുത്തിയത്. ഈ ലോകത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അത് പണക്കാരന്റെ പത്തായപ്പുരയാണെന്നും അതുകൊണ്ട് പണക്കാരന്റെ പത്തായപ്പുരക്കെതിരിൽ പോരാടാൻ 100-കണക്കിന് യുവാക്കളെ ജാഗരം കൊള്ളിച്ചുകൊണ്ടായിരുന്നു നക്സലൈറ്റ് പ്രസ്ഥാനം രംഗപ്രവേശം ചെയ്തത്. പക്ഷെ അതിന്റെ സ്ഥാപക നേതാക്കൾക്ക് പോലും തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയം മാനവികമല്ല എന്ന് അത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും 100-കണക്കിന് യുവാക്കൾ നമുക്ക് നഷ്ടമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളും ചിന്തിച്ച് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഇതുപോലുള്ള നിയമങ്ങൾ ആത്യന്തികമായി തിന്മയാണ് സംഭാവന ചെയ്യുന്നത് എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആത്യന്തികമായ നന്മയും തിന്മയും തീരുമാനിക്കേണ്ടവൻ മനുഷ്യരെ സൃഷ്ടിച്ച് മനുഷ്യരെ പരിപാലിക്കുന്ന ഈ ലോകത്തിന്റെ സട്ടാവായ നാഥനാണെന്നും ആ നാഥനെ അറിയുന്നതിലൂടെ, ആ നാഥനെ മനസ്സിലാക്കുന്നതിലൂടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ആ നാഥന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുക വഴിയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുക എന്നാണ് മാനവ സമൂഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇസ്ലാം ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യനെ ഉത്തമ സൃഷ്ടിയായി അവതരിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ മനുഷ്യനെ മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി പല കഴിവുകളും ലഭിച്ച ജീവിയായി, സ്വാതന്ത്ര്യം ലഭിക്കപ്പെട്ട ജീവിയായി വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആൻ മനുഷ്യന് വേണ്ടിയാണ് ഈ ലോകത്തെ തന്നെ സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ വചനത്തിലൂടെ ഈ ലോകത്തിന്റെ നാഥൻ പ്രഖ്യാപിച്ചത് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അവനാണ് അല്ലാഹു. അവൻ നിങ്ങൾക്ക് ഭൂമിയെ മെത്തയാക്കി നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ആകാശത്ത് മേൽപ്പുരയാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ആകാശത്ത് നിന്നും സമൃദ്ധമായി മഴ ചൊരിയിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് മുഖേന ഭൂമിയിൽ ഫലമൂലാദികൾ ഉൽപ്പാദിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഈ ലോകത്തിന്റെ നാഥനിൽ നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും പർവ്വതങ്ങളും ഒക്കെ മനുഷ്യർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വണ്ണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 29-ാമത്തെ വചനം. അവനാണ് ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. അവൻ നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവനാണ് എന്ന് മാത്രമല്ല ثم استوى إلى السماء فسواهن 7 سماوات. എന്നിട്ട് 7 ആകാശങ്ങളായി ക്രമീകരിച്ചുകൊണ്ട് ഉപരിലോകത്തെ സംവിധാനിച്ചവനും അവൻ തന്നെയാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അവൻ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിയുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആകാശവും ഭൂമിയും അതിലെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങളും ഒക്കെ മനുഷ്യ സമൂഹത്തിന് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് വേണ്ടി ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന്റെ ധർമ്മം എന്നുള്ളത് മനുഷ്യന്റെ ബുദ്ധിയും അധ്വാനവും ഉപയോഗിച്ചുകൊണ്ട് നാഗരികതയെ സൃഷ്ടിപരമായി നിലനിർത്തുക എന്നുള്ളതാണ് ഓരോരുത്തരിലും നിർബന്ധമായിട്ടുള്ള കടമയായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യന്റെ ഈ ലോകത്തിലുള്ള വിഭവശേഷി വർദ്ധിക്കണമെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിയും മനുഷ്യന്റെ അധ്വാനശേഷിയും
ഉപയോഗിക്കണം. അതിനെ സൃഷ്ടിപരമായി ഉപയോഗിക്കുന്നതിലൂടെ ഈ ലോകത്തെ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുവാൻ, ഒരുപാട് ലോകത്തെ തന്നെ ഒരുപാട് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് വ്യത്യസ്തങ്ങളായ പഠനങ്ങൾ നമുക്ക് മുന്നിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അടുത്ത കാലങ്ങളിൽ എന്നല്ല, ഇന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഇതേപോലുള്ള ഓരോ വാദങ്ങളും ലോകത്തെ ജനസംഖ്യ വർധനവിലൂടെ ലോകത്ത് ദാരിദ്ര്യമുണ്ടാകുമെന്നും അതിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ആ പ്രശ്നങ്ങൾ മനുഷ്യർക്ക് ആത്യന്തികമായ നഷ്ടമാണെന്നും ഇന്ന് മാത്രമല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പലരും പല രൂപത്തിൽ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. 1798 ജൂൺ 7 ആദ്യമായി ജനസംഖ്യാ വർധനവിനെ കുറിച്ച ഭീതി ഉണർത്തിക്കൊണ്ടുള്ള കൃതി പുറത്തു വരുന്നത് തോമസ് റോബർട്ട് മാൽത്തൂസ് എന്ന കത്തോലിക്ക പാതിരി അദ്ദേഹത്തിന്റെ ജനസംഖ്യയുടെ തത്വത്തെക്കുറിച്ച് ഉപന്യാസം എന്ന ആൻ എസ്സേ ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന കൃതി പുറത്തിറക്കിക്കൊണ്ട് അദ്ദേഹം ജനങ്ങളെ ഭീതിയിലാക്കുകയായിരുന്നു. അഥവാ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ജനസംഖ്യ വർധനവ് വഴി ഈ ലോകത്ത് പട്ടിണിയുണ്ടാകും, ഈ ലോകത്ത് ദാരിദ്ര്യമുണ്ടാകും, ഈ ലോകത്ത് ക്ഷാമമുണ്ടാകും, ഈ ലോകത്ത് രോഗങ്ങൾ വർദ്ധിക്കും, അകാല മരണങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ ജനസംഖ്യ വർധനവിലൂടെ ഈ ലോകത്തുണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയും ആളുകളെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കുകയും അതിലൂടെ ആളുകളെ മുഴുവനും ഭീതിയിലേക്ക് ആഴ്ത്തുവാനുമായിരുന്നു അദ്ദേഹം ശ്രമിച്ചത് എന്ന് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇത് അദ്ദേഹം അന്ന് ഉയർത്തിപ്പിടിച്ച അതേ വാദങ്ങൾ തന്നെയാണ് ഇന്നും ജനസംഖ്യാ വിസ്ഫോടനം എന്ന ഉമ്മാക്കി കാണിച്ചുകൊണ്ട് ഈ മൂന്നാം ലോകങ്ങളെ പോലും പേടിപ്പെടുത്തുന്നത്. അന്ന് 1798 അദ്ദേഹം പുറപ്പെടുവിപ്പിച്ച മാൽത്തൂസ് പുറപ്പെടുവിപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ, അതേ വാദങ്ങൾ തന്നെയാണ് ഇന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 1968 പോൾ എർലിച്ച് എഴുതിയ ജനസംഖ്യ ബോംബ് എന്ന ദി പോപ്പുലേഷൻ ബോംബ് എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അഥവാ അദ്ദേഹം പറഞ്ഞത് 1985 ആവുമ്പോഴേക്ക് ലോകമാകെ ഭക്ഷ്യക്ഷാമമുണ്ടാകും, സമുദ്രങ്ങളൊക്കെ ഇല്ലാതാകും, പാശ്ചാത്യ നാടുകളിൽ പലതും മരുഭൂമിയാകും, ശരാശരി ആയുർദൈർഘ്യം 42 വയസ്സായി കുറയും എന്നിങ്ങനെ മനുഷ്യരെ ഭീതിപ്പെടുത്തുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യർ അധികരിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് 85 ആകുമ്പോഴേക്ക് ആയുസ് കുറഞ്ഞുള്ള സമുദ്രങ്ങൾ ഇല്ലാതായിട്ടുള്ള ഭക്ഷ്യക്ഷാമത്തിലൂടെ ജീവിക്കുന്ന മനുഷ്യ സമൂഹമായിരിക്കും ആ കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്നായിരുന്നു 1968 പോൾ എർലിച്ച് എഴുതിയ ജനസംഖ്യ ബോംബ് എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യർ അധികരിക്കുന്നതിനനുസരിച്ച് ഈ ലോകത്ത് പ്രയാസമുണ്ടാകും എന്ന് പറയുന്ന ആളുകൾ അത് കേവലം 1, 2, 3 മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ ആലോചിച്ചെടുത്ത ഒരു കാര്യമല്ല എന്നും പ്രസ്തുത വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വിദണ്ഡമായ വാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ഭീതിപ്പെടുത്താൻ പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട് എന്നതിന് ചരിത്രം സാക്ഷിയാണ് എന്നാണ്. എന്നാൽ മനുഷ്യർ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ വക കണ്ടെത്തുവാനുള്ള അറിവും വിദ്യയും മനുഷ്യർക്ക് അല്ലാഹു പ്രദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ സംഭവങ്ങൾ തന്നെ അതിന് സാക്ഷിയാണ്. അന്ന് തോമസ് റോബർട്ട് മാൽത്തൂസും അതേപോലെ പോൾ എർലിച്ചുമൊക്കെ എഴുതിയ കാലഘട്ടത്തിലുള്ള എത്രയോ ജനസംഖ്യ വർധനവ് അതിനുശേഷം ഉണ്ടായത് എത്രയോ ഇരട്ടിയാണ് എന്നതാണ്. പക്ഷേ അവരുടെ കാലഘട്ടത്തിൽ അവർ കണക്കുകൂട്ടിയതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ അതിനുശേഷം രോഗങ്ങൾ വർദ്ധിച്ചിട്ടില്ല, അതിനുശേഷം അകാല മരണങ്ങൾ വർദ്ധിച്ചിട്ടില്ല, അതിനുശേഷം ഇവിടെ ക്ഷാമങ്ങൾ ഉണ്ടായിട്ടില്ല. മറിച്ച് ആളുകൾ അധികരിക്കുകയും അവരുടെ ബുദ്ധിയും അധ്വാനശേഷിയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അതിനനുസരിച്ച് ലോകത്ത് തന്നെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാനും ലോകത്തിന്റെ തന്നെ ക്ഷേമത്തെ വർദ്ധിപ്പിക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് വ്യത്യസ്തങ്ങളായ പഠനങ്ങൾ നമുക്ക് മുന്നിൽ വിശദീകരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സമയം ആ കാലഘട്ടത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതേപോലെ പെൺകുട്ടികൾ ജനിച്ചാൽ ആ കുട്ടികളെ കുഴിച്ചു മൂടണം എന്ന ധാരണയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ ധാരണ തിരുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്
ولا تقتلوا أولادكم خشية إملاق نحن نرزقهم وإياكم إن قتلكم كان خطأ كبيرا. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 31-ാമത്തെ വചനം, നിങ്ങൾ ഒരിക്കലും വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാക്കിൻ, നിങ്ങൾ ഒരിക്കലും ദാരിദ്ര്യം ഭയന്നുകൊണ്ട്, പട്ടിണി ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല ചെയ്യരുത്. കാരണം നഹ്നു നർസുഖുഹും വഇയ്യാക്കും, നാമാണ് അവർക്കും നിങ്ങൾക്കുമൊക്കെ ഭക്ഷണം നൽകുന്നവൻ നാമാണ്. അതുകൊണ്ട് ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ, തീർച്ചയായും അവരെ കൊലപ്പെടുത്തുക എന്നുള്ളത് അതൊരു വലിയ അപരാധമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ആ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ ഇവിടെ കൊല ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഉപജീവനം നൽകുന്നവൻ അല്ലാഹുവാണ് എന്ന പ്രഖ്യാപനത്തിലൂടെ ഈ ലോകത്തിലുള്ള ഓരോരുത്തർക്കും ഭക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ് എന്ന കാര്യം ബോധ്യപ്പെടുകയാണ്. എന്ന് മാത്രമല്ല, ഈ ജനസംഖ്യ വർധനവിനെ എതിരായിക്കൊണ്ട് പുറപ്പെടുവിപ്പിക്കുന്ന ഓരോ ന്യായങ്ങളും തീർത്തും ബുദ്ധിക്കോ യുക്തിക്കോ നിരക്കാത്ത കാര്യങ്ങളാണ് എന്നതാണ് സത്യം. രോഗങ്ങൾ വർദ്ധിക്കുമെന്നാണ് മറ്റൊരു കാരണമായി പറയാറുള്ളത്. അതേപോലെ തന്നെ വരുമാനങ്ങൾ കുറയുമെന്നാണ് മറ്റൊരു കാരണമായി പറയാറുള്ളത്. പക്ഷേ ആധികാരികമായ കണക്കുകൾ പരിശോധിച്ചു നോക്കിയാൽ പോലും ആ കാലഘട്ടത്തിൽ ഉണ്ടായ രോഗങ്ങളുടെ ശതമാനത്തിൽ നിന്ന് കുറഞ്ഞു വന്നു എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ തന്നെ പ്രത്യേകത. എത്ര ആളുകളാണ് വർഷങ്ങൾക്ക് മുമ്പ് മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിന്റെ അനുപാതം നോക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എത്രയോ കുറഞ്ഞിട്ടുണ്ട് എന്നതാണ്, രോഗം മൂലം മരണപ്പെടുന്നതിന്റെ സംഖ്യ കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. എന്ന് മാത്രമല്ല, അന്ന് വളരെ കുറച്ചാളുകൾ ജീവിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന വിഭവശേഷിയും ഇന്ന് മനുഷ്യർ കൂടിയപ്പോ, ആളുകൾ അധികരിച്ചപ്പോ അവരുടെ അധ്വാന ഫലമായി ഉണ്ടാകുന്ന വിഭവശേഷിയുമൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ തീർച്ചയായും പുരോഗതിയിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഈ ലോകത്തിലെ സമ്പാദ്യങ്ങളെ സംബന്ധിച്ച് മനുഷ്യരോട് പറഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് സമ്പത്ത് നമ്മുടെ വിശിഷ്ടമായ വിഭവങ്ങളിൽപ്പെട്ട ഒന്നാണെങ്കിൽ, അതേപോലെ മനുഷ്യന് ഈ ലോകത്ത് അലങ്കാരമായി ലഭിച്ച മറ്റൊരു വിഭവമാണ് യഥാർത്ഥത്തിൽ അവന്റെ മക്കൾ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സന്താനങ്ങളും സമ്പത്തുകളും ഇഹലോക ജീവിതത്തിന്റെ അലങ്കാരമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അൽ മാലു വൽ ബനൂനു സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറു അമല. വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 46-ാമത്തെ വചനം, അൽ മാലു വൽ ബനൂനു സീനത്തുൽ ഹയാത്തിദ് ദുനിയ, സ്വത്തും സമ്പത്തും സന്താനങ്ങളും ഐഹിക ലോകത്തിന്റെ അലങ്കാരങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഒരു മനുഷ്യന് സ്വത്ത് എത്രമാത്രം അലങ്കാരമാണോ അതുപോലെ തന്നെ ഈ ലോക ജീവിതത്തിലെ അലങ്കാരമായി ഒരു മനുഷ്യന് ലഭിക്കുന്ന മറ്റൊരു വിഭവമായിട്ടാണ് സന്താനങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ സന്താനങ്ങളെ പരിപാലിക്കുകയും ആ സന്താനങ്ങളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാക്കിൻ നഹ്നു നർസുഖുഹും വഇയ്യാക്കും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ എന്ന സൂറത്തുൽ ഇസ്രായിലെ 31-ാമത്തെ വചനത്തിലൂടെ ദാരിദ്ര്യ ഭയത്താൽ ഒരിക്കലും കുഞ്ഞുങ്ങളെ കൊല ചെയ്യാൻ പാടില്ല എന്നും ആ കുഞ്ഞുങ്ങൾക്കും അതേപോലെ ഇവിടെ ജീവിക്കുന്ന മറ്റുള്ള ആളുകൾക്കുമൊക്കെ ഭക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ് എന്ന പ്രഖ്യാപനത്തിലൂടെ തീർച്ചയായും ഐഹിക ലോകത്തിലെ അലങ്കാരമായി ലഭിച്ച സന്താനങ്ങളെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. മാത്രമല്ല, ഈ ലോകത്ത് എത്ര സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികൾക്ക് മുഴുവനും ഉപജീവനം നൽകുക എന്നുള്ളത് സ്വയം ബാധ്യതയാണ് എന്നാണ്, അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിലെ 11-ാം അധ്യായം സൂറത്തുൽ ഹൂദിലെ 6-ാമത്തെ വചനം, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ
കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ലോകത്ത് ഏതൊക്കെ ഭൂമിയിൽ ഏതൊക്കെ ജീവികളുണ്ടോ, ഏതൊക്കെ സിട്ടികളുണ്ടോ, ആ സിട്ടികൾക്ക് മുഴുവനും ഉപജീവനം നൽകുക എന്നുള്ളത്, ഭക്ഷണം നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ. അവയുടെ താമസ സ്ഥലവും അവയുടെ സൂക്ഷിപ്പ് സ്ഥലമൊക്കെ അള്ളാഹുവിനറിയും. കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. എല്ലാം അള്ളാഹുവിന്റെ കിതാബിൽ സ്പഷ്ടമായി ലിഖിതം ചെയ്യപ്പെട്ട കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഓരോ സൃഷ്ടികൾക്കും ഉപജീവനം നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ ബാധ്യതയായിട്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവിനെ, ആകാശത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സംവിധാനിച്ച, ഈ ലോകത്തെ കൃത്യമായ രൂപത്തിൽ തന്നെ കൊണ്ടുപോകുന്ന സർവശക്തനായ നാഥനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് മനുഷ്യരെത്ര അധികരിച്ചാലും ആ മനുഷ്യർക്ക് ഉപജീവനം നൽകുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമല്ല. കാരണം വിശുദ്ധ ഖുർആനിലെ 51-ാം അധ്യായം സൂറത്തു ദാരിയാത്തിലെ 58-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് ഇന്നല്ലാഹ ഹുവർ റസ്സാഖ് ദുൽ ഖുവ്വത്തിൽ മതീൻ. തീർച്ചയായും അള്ളാഹു അവനാണ് ഉപജീവനം നൽകുന്നത്, അവൻ ശക്തനും പ്രബലനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഈ ലോകത്തിലെ ചെറുതും വലുതുമായ ഓരോ സൃഷ്ടികൾക്കും അള്ളാഹു ഉപജീവനം നൽകും, അവയ്ക്ക് ഉപജീവനം നൽകും എന്നത് തന്നെയാണ് ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചുവെങ്കിൽ ആ മനുഷ്യർക്ക് ഉപജീവനം അള്ളാഹു നൽകുമെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു ഈ ലോകത്ത് വിശിഷ്ടമായ വസ്തുക്കളെ പോലും അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനത് തയ്യിബാതി വഫല്ലൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല. വലഖദ് കറംനാ ബനി ആദം. തീർച്ചയായും ആദം സന്തതികളെ നാം മാനിച്ചിട്ടുണ്ട്. എന്തേ കാരണം? അവർക്ക് വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനത് തയ്യിബാതി വഫല്ലൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല. ആദം സന്തതികൾക്ക് അവർക്ക് കരയിലൂടെയും കടലിലൂടെയും വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ വറസഖനാഹും അവർക്ക് അല്ലാഹു ഭക്ഷണമായി നൽകിയിട്ടുണ്ട്. വിശിഷ്ടമായ മിനത് തയ്യിബാതി വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് അല്ലാഹു അവർക്ക് ഉപജീവനം നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മനുഷ്യ സമൂഹത്തിന് വേണ്ടി അല്ലാഹു വിശിഷ്ടമായ വസ്തുക്കളെ പോലും തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അഥവാ ഈ ലോകത്ത് ആളുകൾ അധികരിക്കുന്നതിലൂടെ പ്രശ്നങ്ങളല്ല ഉണ്ടാകുന്നത്. ഇവിടെ ഏതൊക്കെ ആളുകൾ, ഏതൊക്കെ മനുഷ്യർ, ആരൊക്കെ ഇവിടെ ജനിച്ചു വീഴുന്നുണ്ടോ അങ്ങനെ ജനിച്ചു വീഴുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള ഉപജീവന മാർഗം തീർച്ചയായും അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്നത് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഒരിക്കലും ജനസംഖ്യ വർധനവിലൂടെ ഈ ലോകത്ത് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പട്ടിണിയോ ക്ഷാമമോ അതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, ജനസംഖ്യാ വർധനവിന്റെ ഭീതി പരത്തുന്ന ആളുകൾ, അതിനെ സംബന്ധിച്ച് വാചാലരാവുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് ലോകത്ത് ജനസംഖ്യയുള്ള രാജ്യങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവിടെയുള്ള പുരോഗതിയും അതേപോലെ തന്നെ ജനസാന്ദ്രത കുറവുള്ള സ്ഥലങ്ങളിലെ പുരോഗതിയും പരിശോധിച്ചു നോക്കുക. മക്കാവോ, മൊണോക്കോ, സിംഗപ്പൂർ എന്നുള്ള സ്ഥലങ്ങളെ, എന്നീ രാജ്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവിടെയൊക്കെ ഉയർന്ന ജനസംഖ്യയുള്ള സ്ഥലം, ഉയർന്ന ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളാണ്. പക്ഷേ അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങളെ പരിശോധിച്ചു നോക്കുമ്പോൾ, അവിടെയുള്ള പ്രതിശീർഷ വരുമാനത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ അത്രയൊന്നും ജനസാന്ദ്രതയില്ലാത്ത റഷ്യയെ പോലുള്ള, കാനഡയെ പോലുള്ള, ഓസ്ട്രേലിയയെ പോലുള്ള, മംഗോളിയെ പോലുള്ള രാജ്യങ്ങളെക്കാൾ 1000-ത്തിലധികം ഇരട്ടിയായിക്കൊണ്ടാണ് അവിടെയൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെങ്കിൽ, അവിടെയൊക്കെ അവരുടെയൊക്കെ പ്രതിശീർഷ വരുമാനമെങ്കിൽ, ആളുകൾ കൂടുന്നതിനനുസരിച്ച് അവരുടെ ബുദ്ധിയും അധ്വാനശേഷിയും ഉപയോഗിക്കുന്നതിനനുസരിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയല്ല, മറിച്ച് കൂടുതൽ ഐശ്വര്യത്തിലേക്കും ക്ഷേമത്തിലേക്കുമാണ് കൊണ്ടുപോകുന്നത് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, ഇന്ന് ഈ ഒരു ജനസംഖ്യ വർധനവ് എന്നത് ഒരു വലിയ പ്രശ്നമായി അവതരിപ്പിക്കുന്ന ആളുകൾ പോലും ഇന്ന് ആലോചിക്കുന്നത് ഇവിടെയുള്ള കന്നുകാലികളെയും
അതേപോലെ തന്നെ ഇറച്ചിക്കോഴികളെയും ഒക്കെ ഉൽപാദനത്തിലെ വർധനവിനുള്ള പുതിയ പുതിയ രീതികൾ ആവിഷ്കരിക്കാനും അത് പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കുന്ന ആളുകളാണ്. കന്നുകാലിയും കോഴികളും അതേപോലുള്ള ജീവികളുമൊക്കെ ഈ ലോകത്ത് അധികരിച്ചാൽ ഒരു പ്രശ്നമുണ്ടാവില്ല എന്നും മനുഷ്യർ അധികരിക്കുമ്പോൾ മാത്രം ഈ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നുമൊക്കെ പറയാൻ ഏത് ശാസ്ത്രീയമായ അടിസ്ഥാനമാണുള്ളത് എന്നത് പരിശോധിച്ചു നോക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവയേക്കാൾ തീർച്ചയായും കന്നുകാലികളെക്കാളും ഇറച്ചി കോഴികളെക്കാളും അതേപോലുള്ള മറ്റുള്ള ജീവികളെക്കാളും ഒക്കെ ഭൂമിക്ക് ഉപകാരം ചെയ്യാൻ കഴിയുക തീർച്ചയായും മനുഷ്യർക്കാണെങ്കിൽ ആ മനുഷ്യർ അധികരിക്കുന്നതിലൂടെ ഈ ലോകത്തൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തിന്റെ ചരിത്രം തന്നെ വായിച്ചു നോക്കുമ്പോൾ ആളുകളില്ലാത്ത ജനസാന്ദ്രതയില്ലാത്ത സ്ഥലങ്ങളിൽ അവിടെയുള്ള ആളുകൾക്ക് വിഭവങ്ങൾ കുറവാണെങ്കിൽ ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ ഒരിക്കലും പ്രയാസങ്ങളില്ലാതെ വിഭവശേഷിയോടുകൂടെ ജീവിക്കുവാൻ അവർക്ക് സാധിക്കുമെങ്കിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ അത് നിരർത്ഥകമാണ് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല ഈ ഒരു നയം തന്നെ ഈ ഒരു വാദം തന്നെ പ്രാവർത്തികമാക്കാൻ ആർക്കാണ് സാധിക്കുന്നത്? ഇത് വിശദീകരിച്ച ബഹുമാന്യനായ ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലുള്ള ആളുകൾ, അദ്ദേഹം പോലും തന്റെ പിതാവിനുണ്ടായ 7 മക്കളിൽ 2ാമത്തെ മകനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് പറയാൻ കഴിയുന്നത്. എന്നാൽ അദ്ദേഹം എങ്ങാനും ഒരു 3ാമത്തെയോ 4ാമത്തെയോ 5ാമത്തെയോ മകനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പോലും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അതിലൂടെ അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ ഈ കാര്യം പറയാൻ പോലും അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു. നമ്മളൊക്കെ രാഷ്ട്രപിതാവായി പരിചയപ്പെടുത്തുന്ന ഗാന്ധിജി, മഹാനായ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പിതാവിന്റെ 3ാമത്തെ മകനാണ് ഗാന്ധിജി എങ്കിൽ ഈ നിയമം നേരത്തെ തന്നെ നടപ്പിലാവുകയാണെങ്കിൽ രാഷ്ട്രപിതാവ് എന്ന് പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരു ഗാന്ധിജി പോലും ഇവിടെ ഉണ്ടാകില്ല എന്നതാണ് സത്യം. എന്ന് മാത്രമല്ല, എന്തിനാണ് ഈ 2 എന്ന നയത്തിൽ തന്നെ തൂങ്ങിക്കളിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. 2 എന്ന നയം ഇതെന്തിനാണ്? 2-നേക്കാൾ 1 കൂടിയാൽ എന്താണ്? ഒരു 3 ആയാൽ എന്താണ്? അതല്ലെങ്കിൽ 2-ൽ നിന്ന് 1 മാറി 1 കുഞ്ഞായാൽ എന്താണ്? അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ് എന്ന് ഇതുവരെ വിശദീകരിക്കുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ നിയമം നമ്മൾ ആരിലാണ് നടപ്പിലാക്കുന്നത്? ഇനി ജനിക്കാൻ വീഴുന്ന കുഞ്ഞുങ്ങളിലാണോ ഈ നിയമം നടപ്പിലാക്കാൻ പോകുന്നത്? അങ്ങനെയാകുമ്പോ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഇത് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് അനീതിയായിട്ടല്ലേ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുക. അങ്ങനെ അതൊരു അനീതിയാകുമെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ എങ്ങനെയാണ് ഈ നിയമം നടപ്പിലാവുക? ഇത് പറയുന്ന ആളുകൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ അവരുടെ അടുത്ത ആളുകൾക്കോ ഈ നിയമം സ്വയം നടപ്പിലാക്കി കാണിക്കാൻ കഴിയുമോ? അഥവാ അത് നടപ്പിലാക്കുകയാണെങ്കിൽ തന്നെ, ഇത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ ഇന്നുള്ള 2-ലധികം കുഞ്ഞുങ്ങളുള്ള ആളുകൾ അവരെന്താണ് ചെയ്യേണ്ടത്? അവരുടെ കുഞ്ഞിനെ എങ്ങനെയാണ് സംരക്ഷിക്കുകയാണോ വേണ്ടത്? അവരെ കൊല ചെയ്യുകയാണോ വേണ്ടത് എന്ന് പ്രത്യേകമായി വിശദീകരിക്കേണ്ടതാണ്. മാത്രമല്ല, ഒരു പ്രസവത്തിൽ തന്നെ 3ഉം 4ഉം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന വാർത്തകൾ നിത്യ സംഭവങ്ങളാണ്. 5ഉം 6ഉം കുഞ്ഞുങ്ങളൊക്കെ ഒരേ പ്രസവത്തിൽ തന്നെ ഉണ്ടായത് വ്യത്യസ്തങ്ങളായ ദിവസങ്ങളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഒരാൾ പ്രസവിക്കുമ്പോൾ ഒരു പ്രസവത്തിൽ തന്നെ 5ഓ 6ഓ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 2 കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം എന്നത് ഒരു ചോദ്യമാണ്. പ്രബുദ്ധമായ സമൂഹത്തോടുള്ള ഒരു ചോദ്യമാണ്. എന്ന് മാത്രമല്ല, 2 കുട്ടികളാണ് ഒരാൾക്ക് അനുവദനീയമായിട്ടുള്ളതെങ്കിൽ ആ 2 കുട്ടിയും പെൺകുട്ടിയാണെങ്കിൽ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരാൺകുഞ്ഞിനെ ആഗ്രഹിക്കുന്ന പിതാവിനെ സംബന്ധിച്ചിടത്തോളം 3ാമതൊരു കുഞ്ഞില്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് ഒരാൺകുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളത് ഒരു ചോദ്യമാണ്. അങ്ങനെ ആൺകുഞ്ഞിനെ അങ്ങനെ 2ഉം പെണ്ണാണെങ്കിൽ 3ാമതൊരു ആൺകുഞ്ഞ് ലഭിക്കാൻ വേണ്ടി 3ാമത്തെ കുഞ്ഞിനെ അനുവദിക്കാം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞും അതും പെൺകുഞ്ഞായി മാറിയാൽ പിന്നെ എന്താണ് അവരുടെ മേലുള്ള നിയമ നടപടി എങ്ങനെയാണ് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അതല്ല, 2ഉം ആൺകുഞ്ഞാണെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ ലഭിക്കാൻ ഒരു പിതാവ് എന്ത് ചെയ്യണം എന്ന ചോദ്യവും പ്രസക്തമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുകയാണ്. അഥവാ ഒരിക്കലും പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ഒരു നിയമമാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ശരീരത്തിന് പ്രാധാന്യം നൽകിയ, മനുഷ്യ ജീവന് പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. നമ്മുടെ നാടുകളിൽ പോലും 40 വയസ്സായ ഒരാൾ അല്ലെങ്കിൽ 60 വയസ്സായ ഒരാൾ അയാൾ കൊല ചെയ്യപ്പെട്ടു, അയാളെ ആരോ ഉപദ്രവിച്ച് കൊല ചെയ്തു എന്ന് പറഞ്ഞാൽ
അതൊരു പ്രശ്നമായി തോന്നാറില്ല. എന്നാൽ ഒരു 6 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ ജീവനോടെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ, ജീവനോടെ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് വേദനിക്കാറുണ്ട്. അഥവാ ജനിച്ചു വീണ ഒരു കുഞ്ഞ് കൊല ചെയ്യപ്പെടുമ്പോൾ പോലും നമ്മുടെ മനസ്സുകൾ വേദനിക്കുമെങ്കിൽ, ഗർഭപാത്രത്തിനുള്ളിൽ ജീവിക്കുന്ന ജനിക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് എങ്ങനെയാണ് നമ്മുടെ മനസ്സുകൾ സംസാരിക്കുക എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനത്തിലൂടെ മിൻ അജ്ലി ദാലിക് كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا. അക്കാരണത്താൽ തന്നെ ബനു ഇസ്രായേലിയരോടായി അള്ളാഹു പറഞ്ഞ കാര്യം എന്താണ്? അവരോട് പറഞ്ഞത്, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, ഒരാളെ കൊന്നതിന് പകരമായിട്ടോ അതല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന് പകരമായിട്ടോ അല്ലാതെ ആരെയെങ്കിലും കൊല ചെയ്തു കഴിഞ്ഞാൽ, ആരെയെങ്കിലും കൊലപ്പെടുത്തിയാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, അവൻ മനുഷ്യരെ മുഴുവനും കൊന്നതിന് തുല്യമാണ് എന്നാണ്. അഥവാ ജനിച്ചു വീണ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയാൽ അത് ഒരാളെയല്ല കൊലപ്പെടുത്തുന്നത്, മറിച്ച് ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്തിയതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, നമ്മളൊക്കെ ജനിച്ചു വീണ ഒരാളെ കൊല ചെയ്യുന്നത് മോശമായി കാണുന്നുണ്ടെങ്കിൽ, ഒരു കുഞ്ഞിനെ ജനിക്കാൻ പോലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കപ്പെടുമ്പോൾ അത് ഒരിക്കലും മനുഷ്യ സ്നേഹമുള്ള, മനുഷ്യ പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ചത് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ എന്നുള്ളത് പൈശാചികമായ പ്രേരണകളാണ്. ഒരിക്കലും സാമ്രാജ്യത്വ ശക്തികൾ വിരിച്ച വലയിൽ നമ്മൾ പോയി കൊത്തുക എന്നതല്ലാതെ അതിലുപരി രാജ്യത്തിനോ മനുഷ്യ സമൂഹത്തിനോ നേട്ടമുണ്ടാകുന്ന ഒന്നും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളിൽ ഇല്ല എന്നും, അതിനേക്കാൾ ഉപരിയായി മനുഷ്യ സമൂഹത്തെ ഉപദ്രവിക്കാനുള്ള, അപകടത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കെണിയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 268-ാമത്തെ വചനത്തിലൂടെ, അശ്ശൈത്വാനു യഅദികുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശ വല്ലാഹു യഅദികും മഗ്ഫിറതൻ മിൻഹു വഫളൻ വല്ലാഹു വാസിഉൻ അലീം. പിശാച് നിങ്ങൾക്ക് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ദുർമന്ത്രണം നടത്തിക്കൊണ്ടിരിക്കും. അള്ളാഹു ആകട്ടെ അവന്റെ പക്കലുള്ള പാപമോചനത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത് എന്നാണ്. അഥവാ ഏത് കാലഘട്ടത്തിലും പിശാച് മനുഷ്യ സമൂഹത്തെ, ദാരിദ്ര്യത്തെ സംബന്ധിച്ച് മനുഷ്യ സമൂഹത്തെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കും. ആ പിശാചിന്റെ ദുർമന്ത്രണത്തിൽ കുടുങ്ങിപ്പോയ ആളുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അതല്ലാതെ ഒരിക്കലും ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളിലൂടെ ഒരിക്കലും ഈ ലോകത്ത് ക്ഷേമം ഉണ്ടാകില്ല എന്നും, മനുഷ്യർ കുറയുന്നതിനനുസരിച്ച് ഈ ലോകത്ത് പ്രയാസങ്ങളാണ് ഉണ്ടാവുക എന്ന് നാം മനസ്സിലാക്കണം. എത്രയോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള പ്രയാസങ്ങളാണ് ഇത്തരത്തിലുള്ള രീതികൾ പ്രാവർത്തികമാക്കിയാൽ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം 2 കുഞ്ഞിനെ മാത്രം നിലനിർത്തി ബാക്കി കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെ തന്നെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിലൂടെ ഈ ഒരു ശരാശരി ഒരാൾ ജീവിക്കുന്ന അത്ര ഈ 2 കുഞ്ഞുങ്ങളും ജീവിക്കുമെന്ന് ഒരാൾക്കും എഴുതിത്തരാനോ, അതിനിടയിൽ ഈ കുഞ്ഞുങ്ങളെങ്ങാനും മരണപ്പെട്ടാൽ അവർക്ക് ജീവിതം നൽകാനോ ഒരാൾക്കും സാധിക്കില്ലെങ്കിൽ, സർവശക്തനായ നാഥൻ ഈ ലോകത്തെ സൃഷ്ടിച്ച് ഈ ലോകത്തെ പരിപാലിക്കുന്ന തമ്പുരാൻ, ഈ ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അറിയുന്ന നാഥൻ, ആ നാഥനാണ് ഈ ലോകത്തോട് പറഞ്ഞത്, ഇവിടെ ആരൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അവർക്കുള്ള ഉപജീവനം തന്റെ ബാധ്യതയാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പ്രയാസമാകില്ല എന്നും, ഒരിക്കലും ദാരിദ്ര്യത്തിലൂടെയോ അല്ലെങ്കിൽ ജനസംഖ്യ വർധനവിലൂടെ ദാരിദ്ര്യമോ അല്ലെങ്കിൽ ക്ഷാമമോ അല്ലെങ്കിൽ പട്ടിണിയോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതല്ലാതെ ഇത്തരത്തിൽ ഒരിക്കലും ശാസ്ത്രീയമായി പോലും തെളിയിക്കപ്പെടാൻ കഴിയാത്ത
വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ ആളുകൾ ചവച്ചു തുപ്പിയ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ വിശ്രമിക്കുന്ന അത്തരത്തിലുള്ള ജൽപ്പനങ്ങളും വാദങ്ങളും ഒക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഈ ലോകത്തിന്റെ നാഥൻ, ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ, ആ തമ്പുരാൻ ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണെങ്കിൽ ആ നാഥനെ അറിയുകയും മനസ്സിലാക്കുകയും അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ജീവിക്കുന്ന നല്ല ആളുകളിൽ ഉൾപ്പെടുത്തുവാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. സർവശക്തനായ തമ്പുരാൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.